വിവരമുള്ളവർ ഇതൊന്നും പുറത്തു പറയില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ വളരെ ബുദ്ധിയുള്ള ആളുകൾ, വളരെ വിജയിച്ച ആളുകൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാറില്ല. ഒരു സന്തോഷം വന്നാലും അവർ ശാന്തരാണ്. ഒരു വലിയ ലക്ഷ്യമുണ്ടായാലും അത് ലോകമെമ്പാടും പറഞ്ഞു നടക്കില്ല. കാരണം ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ് അതിന് ശക്തി ലഭിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ലോകത്ത് പലരും എല്ലാം പുറത്തു പറയുന്നു. സ്വന്തം പദ്ധതികൾ, സ്വന്തം പണം, സ്വന്തം കുടുംബകാര്യങ്ങൾ, സ്വന്തം ദുഃഖങ്ങൾ എല്ലാം. പിന്നീട് അവര് തന്നെ വിഷമിക്കുന്നു. കാരണം എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നിങ്ങളുടെ സന്തോഷം സഹിക്കില്ല. ചാണക്യൻ പറഞ്ഞ ഒരു വലിയ സത്യമുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. കാരണം തെറ്റായ ആളുകൾ നിങ്ങളുടെ രഹസ്യങ്ങൾ അറിഞ്ഞാൽ അത് നിങ്ങളുടെ ദൗർബല്യമായി മാറും. ഇന്നത്തെ ഈ വീഡിയോയിൽ ജീവിതത്തിൽ ഒരിക്കലും പുറത്തു പറയരുതാത്ത 9 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ. ഒരു വലിയ തെറ്റ് പലരും ചെയ്യുന്നതെന്താണെന്നറിയാമോ? സ്വന്തം പദ്ധതികൾ എല്ലാവരോടും പറയുക. ഞാൻ ഇത് തുടങ്ങും, ഞാൻ വലിയ ആളാകും, ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങുന്നു, എല്ലാം മുമ്പേ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ലോകം കൈയടിക്കുന്നതിനു മുമ്പ് ലോകം നിങ്ങളെ വിലയിരുത്തും. ചിലർ നിങ്ങളെ പരിഹസിക്കും, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ശാന്തമായി വളർത്തൂ. ഫലം വന്നതിന് ശേഷം ലോകം കാണട്ടെ. ഓർക്കൂ, വളരെ വലിയ ആളുകൾ കൂടുതൽ സംസാരിക്കാറില്ല, അവർ പ്രവർത്തിക്കും. നിങ്ങളുടെ വരുമാനം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ പണം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. ഇത് എന്തുകൊണ്ടാണ് എല്ലാവരോടും പറയരുത് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ലോകത്ത് പലർക്കും ഒരു ശീലമുണ്ട്. ശമ്പളം കിട്ടിയാൽ എല്ലാവരോടും പറയുക, പുതിയ സാധനം വാങ്ങിയാൽ കാണിക്കുക, കൂടുതൽ പണം ലഭിച്ചാൽ അഭിമാനത്തോടെ പറയുക. പക്ഷേ വിവരമുള്ള ആളുകൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം പണം ശാന്തത ഇഷ്ടപ്പെടുന്നു. എല്ലാവരും നിങ്ങളുടെ വളർച്ച കണ്ട് സന്തോഷിക്കില്ല. ചിലർ പുറത്തു ചിരിക്കും, പക്ഷേ ഉള്ളിൽ അസൂയപ്പെടും. ചിലർ നിങ്ങളെ അഭിനന്ദിക്കും, പക്ഷേ മനസ്സിൽ നിങ്ങളുമായി താരതമ്യം ചെയ്യും. നിങ്ങൾ കൂടുതൽ സമ്പാദിക്കുന്നു എന്ന ആളുകൾ അറിഞ്ഞാൽ അവരുടെ പെരുമാറ്റം മാറാൻ തുടങ്ങും. ചിലർ നിങ്ങളോട് അതിരുകടന്നടുത്തു വരും. ചിലർ നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് വിവരമുള്ള ആളുകൾ അവരുടെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശാന്തമായി കൈകാര്യം ചെയ്യുന്നത്. ശാന്തമായി വളരൂ, ശാന്തമായി മുന്നേറൂ. ഒരു ദിവസം നിങ്ങളുടെ ഫലമാണ് സംസാരിക്കുക. കുടുംബ പ്രശ്നങ്ങൾ പുറത്തു പറയരുത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ. ഒരു കാര്യം ഓർക്കൂ, ഓരോ വീട്ടിനുള്ളിലും പ്രശ്നങ്ങളുണ്ട്. ചില വീടുകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, ചില വീടുകളിൽ ബന്ധത്തിലെ അകലം, ചില വീടുകളിൽ മനസ്സിലാക്കാത്ത അവസ്ഥ. ഇത് സാധാരണമാണ്. പക്ഷേ വിവരമുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും പുറത്തു പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ലോകത്ത് പലർക്കും ഒരു ശീലമുണ്ട്. ചെറിയൊരു പ്രശ്നം വന്നാലും അതെല്ലാവരോടും പറയുക. സുഹൃത്തുക്കളോട് പറയുക, ബന്ധുക്കളോട് പറയുക, ചിലപ്പോൾ സാമൂഹിക വേദികളിൽ വരെ പറയുക. പക്ഷേ ഇന്നത്തെ സഹതാപം നാളത്തെ ചർച്ചയായി മാറാം. ഇന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരാൾ നാളെ നിങ്ങളുടെ കഥ മറ്റൊരാളോട് പറയാം. കാരണം എല്ലാവരും നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ചിലർ കൗതുകം കൊണ്ടാണ് കേൾക്കുന്നത്, ചിലർ വിനോദമായി കേൾക്കുന്നു, ചിലർ പിന്നിൽ സംസാരിക്കാൻ മാത്രം വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒരു കുടുംബം ശക്തമാകുന്നത് അവർക്ക് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല, അവർ അവരുടെ പ്രശ്നങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ വലിയതാണോ?
പക്ഷേ പ്രവർത്തിക്കാൻ മടി തോന്നുന്നുണ്ടോ? ഒരുപാട് പ്ലാൻസ് ഉണ്ട്, പക്ഷേ ആക്ഷൻ ഇല്ലേ? നാളെ തുടങ്ങാം എന്നു പറഞ്ഞ് ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർക്കായി ഞാനൊരു പവർഫുൾ ഇബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഇബുക്കിൽ നിങ്ങൾ പഠിക്കുന്നത് ലേസിനെസ് മാറ്റാനുള്ള പ്രാക്ടിക്കൽ മെത്തേഡ്സ്, ഡെയിലി മോട്ടിവേറ്റഡായി ഇരിക്കാൻ വഴികൾ, ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനുള്ള സീക്രറ്റ്സ്, ഗോൾസ് അച്ചീവ് ചെയ്യാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സിസ്റ്റം, പ്രൊക്രാസ്റ്റിനേഷൻ തോൽപ്പിക്കുന്ന ടെക്നിക്സ്. ഇത് ജസ്റ്റ് വായിക്കാനുള്ള ഇബുക്കല്ല, നിങ്ങളെ ആക്ഷൻ എടുക്കാൻ പുഷ് ചെയ്യുന്ന ഗൈഡാണ്. ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇബുക്ക് വളരെ സഹായകരമായിരിക്കും. ഇബുക്ക് ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ തുടങ്ങൂ, കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഇന്നത്തെ ആക്ഷനിലാണ്. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ ലോകത്തോട് പറഞ്ഞു നടക്കരുത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ആഴമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ലോകത്ത് പലരും സഹായിക്കുന്നതിനേക്കാൾ അത് ആളുകളെ കാണിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. ഒരു ചെറിയ സഹായം ചെയ്താലും എല്ലാവരോടും പറയുക, അതിനെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുക, ലോകമറിയണമെന്ന പോലെ പെരുമാറുക. പക്ഷേ യഥാർത്ഥ നല്ല മനസ്സുള്ള ആളുകൾ അങ്ങനെ ചെയ്യാറില്ല. അവർ ശാന്തമായി സഹായിക്കും, ആരോടും പറയില്ല, ചെയ്ത നന്മ മറക്കും. കാരണം യഥാർത്ഥ നന്മയ്ക്ക് പരസ്യം ആവശ്യമില്ല. നിങ്ങളുടെ ദൗർബല്യങ്ങൾ എല്ലാവരോടും പറയരുത്. നിങ്ങളുടെ ദൗർബല്യങ്ങൾ. ഒരു കാര്യമോർക്കൂ, ഈ ലോകത്ത് എല്ലാവരും നല്ല ആളുകളല്ല. എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കില്ല. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കില്ല. ചിലർ നിങ്ങളെ സ്നേഹിക്കും, ചിലർ നിങ്ങളെ സഹായിക്കും. പക്ഷെ ചിലർ നിങ്ങളുടെ ദൗർബല്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ഇന്നത്തെ ലോകത്ത് പലർക്കും ഒരു ശീലമുണ്ട്. ആരെയെങ്കിലും വിശ്വസിച്ചാൽ അവരോട് എല്ലാം തുറന്നു പറയുക. സ്വന്തം ഭയങ്ങൾ, സ്വന്തം ദുഃഖങ്ങൾ, സ്വന്തം ആത്മവിശ്വാസക്കുറവ്, എല്ലാം. പക്ഷേ തെറ്റായ ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ ബലഹീനതകൾ തുറന്നു കാണിച്ചാൽ ഒരു ദിവസം അത് നിങ്ങളുടെ എതിരായി ഉപയോഗിക്കപ്പെടാം. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ മടി തോന്നുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ ഇബുക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാനും ഗോൾസ് നേടാനും സഹായിക്കുന്ന ആ ഇബുക്കിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം നോക്കൂ. നിങ്ങൾ ഒരാളോട് പറയുന്നു, എനിക്ക് ഒറ്റപ്പെടൽ ഭയമാണ്, എനിക്ക് ആത്മവിശ്വാസം കുറവാണ്, ഞാൻ വളരെ വികാരാധീനനാണ്. ആ സമയത്ത് അവർ നിങ്ങളെ ആശ്വസിപ്പിക്കും. പക്ഷേ ബന്ധം മാറിയാൽ, പ്രശ്നങ്ങൾ വന്നാൽ, അകലം വന്നാൽ അവർക്ക് നിങ്ങളുടെ ദൗർബല്യങ്ങൾ അറിയാം. അപ്പോൾ അത് നിങ്ങളെ വേദനിപ്പിക്കാൻ ഉപയോഗിക്കാം. ഇതാണ് പലരും വൈകിയാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും വിശ്വസിക്കാവുന്ന ആളുകളല്ല. ചാണക്യൻ പറഞ്ഞൊരു വലിയ സത്യമുണ്ട്: നിങ്ങളുടെ ദൗർബല്യം ശത്രുവിനറിയാൻ അനുവദിക്കരുത്. കാരണം ലോകം ശക്തിയെ ബഹുമാനിക്കും, ദൗർബല്യത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇത് വ്യാജമായി ജീവിക്കണമെന്നതല്ല, ബുദ്ധിപൂർവം ജീവിക്കണമെന്നതാണ്. നിങ്ങളുടെ ഹൃദയം എല്ലാവരുടെയും മുന്നിൽ തുറക്കേണ്ട ആവശ്യമില്ല. ആളുകളെ നിരീക്ഷിക്കൂ, സമയമെടുത്ത് മനസ്സിലാക്കൂ. ആരാണ് യഥാർത്ഥം എന്ന് തിരിച്ചറിയൂ.